നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. വീണ്ടും ദൈവത്തിൻ്റെ വചനവുമായി പരിശുദ്ധാത്മാവ് നൽകിയ പ്രേരണ നിമിത്തം ദൈവജനത്തിൻ്റെ അരികിലേക്ക് കടന്നു വരുവാൻ സർവശക്തനായ ദൈവം എളിയവന് ആയുസ്സും ആരോഗ്യവും അതിനുള്ളതായ കൃപയും തന്ന് പരിപാലിക്കുന്നതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ്. യെശയ്യാവിൻ്റെ പ്രവചനം 58 അധ്യായം 11 വാക്യം. യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിൻ്റെ വിശപ്പടക്കി നിൻ്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ് പോലെയും ആകും. യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും, സ്വയം നടക്കുകയല്ല, ദൈവത്താൽ നയിക്കപ്പെടുക. ആ അർത്ഥമാണ് ഇവിടെ നമുക്ക് ഈ വചനത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്. യഹോവ തൻ്റെ ആടുകളെ പച്ചമേച്ചിൽ പുറങ്ങളിൽ കിടത്തുകയും സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അരികത്തേക്ക് നടത്തുകയും ചെയ്യുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും ദൈവത്തെ നാം ഭരമേൽപ്പിക്കുമ്പോൾ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടെ കാര്യങ്ങൾ ദൈവം ഏറ്റെടുക്കും. നമ്മൾ നടക്കുകയല്ല, ദൈവം നമ്മെ നടത്തുകയാണ്. ശുഭകരമായി പ്രവർത്തിക്കുവാൻ ദൈവം നമ്മെ അഭ്യസിപ്പിക്കും. ദൈവത്തിൻ്റെ നടത്തിപ്പുകൾ, ദൈവത്തിൻ്റെ നിയോഗങ്ങൾ ദൈവം ഇന്നും നടത്തുന്നവരാണ്. ദൈവം ഇന്നും നമ്മോട് സംസാരിക്കും. ദൈവത്തിൻ്റെ നടത്തിപ്പ്, ദൈവം നടത്തുന്ന വഴിയിലൂടെ എനിക്ക് സഞ്ചരിച്ചാൽ മതി, ദൈവം തരുന്ന പാതയിലൂടെ മാത്രമേ ഞാൻ സഞ്ചരിക്കുകയുള്ളൂ എന്ന് നാം തീരുമാനിക്കുമ്പോഴാണ് ദൈവം നമ്മെ നടത്തുന്നത്. ദൈവം നമ്മെ നടത്തണമെങ്കിൽ നമ്മുടെ വഴി നാം ദൈവത്തെ ഭരമേൽപ്പിക്കണം. ദൈവത്തിൽ തന്നെ എന്ത് ചെയ്യണം? ആശ്രയിക്കണം. വഴി ദൈവത്തെ ഭരമേൽപ്പിക്കുകയും ദൈവത്തിൽ തന്നെ നാം ആശ്രയിക്കണം. ആ നടത്തിപ്പിനകത്ത് ചിലപ്പോൾ ചിലത് ദൈവം വിലക്കും, ചിലത് ദൈവം സമ്മതിക്കത്തില്ല. അതെല്ലാം പിന്നത്തേതിൽ നമുക്ക് ഗുണകരമായി തീരുവാനിടയാകും. ഈ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നടക്കണമെന്ന് ചിന്തിക്കുന്നവരാണ് പലരും. ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ പെട്ടെന്ന് ലഭിക്കുന്നതിനകത്ത് പോരായ്മകളുണ്ട്. അതൊന്നും മച്ചുറായ വിടുതലുകളാകണമെന്നില്ല. ദൈവികമായിട്ടുള്ള വിടുതലുകളും സൗഖ്യവും ദൈവികമായ പ്രവൃത്തികളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ നടത്തിപ്പിന് നാം വിധേയപ്പെടണം. യുദ്ധം നേരിട്ടതായ വേളയിൽ ശൗൽ കാത്തിരിക്കുന്നതിൽ അദ്ദേഹത്തിന് ക്ഷമ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് സംഭവിച്ചത് എന്താ? ശമൂവേൽ പ്രവാചകൻ വരുവാൻ താമസിക്കുകയും അദ്ദേഹം ദൈവത്തിൻ്റെ നടത്തിപ്പിന് വിധേയപ്പെടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അനുസരണക്കേടാണ് അദ്ദേഹത്തിലുണ്ടായത്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ദൈവത്തിൻ്റെ നടത്തിപ്പിന് വേണ്ടി കാത്തിരുന്ന ഭക്തന്മാരെ നമുക്ക് തിരുവഴുത്തിൽ കാണുവാൻ കഴിയും. അബ്രഹാമിൻ്റെ മകന് തക്ക തുണയെ വേണ്ടി വന്നപ്പോൾ അബ്രഹാം ദൈവത്തിന് നടത്തിപ്പിനായി വിധേയപ്പെട്ടു. ഉൽപ്പത്തി പുസ്തകം 24 അധ്യായം ഒരു വിവാഹാലോചനയെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. ദൈവം ഒരു വ്യക്തിയുടെ ലൈഫ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തിയെ നേർനിരത്ത് എങ്ങനെ നടത്തും എന്നുള്ളതാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ദൈവമേ ദൈവഹിതപ്രകാരമുള്ള ഇടത്തേക്ക് പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവനവരെ ചൊവ്വേ ഉള്ള വഴിയെ നടത്തിയെന്ന് വായിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ നടത്തിപ്പിനകത്ത് തെറ്റുകളിലകപ്പെടുകയോ ദൈവത്തിൻ്റെ നടത്തിപ്പിനകത്ത് കുരുക്കുകളിൽ പെടുകയൊന്നുമില്ല. അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ നേരായിട്ടുള്ള പാതയിലൂടെ ദൈവം നമ്മെ നടത്തും. തിന്മയെന്ന് തോന്നുന്നതിനെയും നന്മയ്ക്കാക്കി ദൈവം കൂടി വ്യാപരിപ്പിക്കുവാനിടയാകും. അപ്പോൾ പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് നിങ്ങൾ എവിടെ പാർക്കണം, എവിടെ ജോലി ചെയ്യണം, അത് തലമുറയുടെ ഭാവി എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങളിലെല്ലാം ചെറുതും വലുതുമായ ഏതൊരു വിഷയമായിക്കൊള്ളട്ടെ എല്ലാം ദൈവത്തിൻ്റെ നടത്തിപ്പിന് ഒത്തവണ്ണമായിരിക്കണം. പ്രിയപ്പെട്ടവർ, ദൈവം നടത്തിയാൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് 2 കൊരിന്ത്യർ ലേഖനം 2 അധ്യായം 14 വാക്യമാണ്. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും. അപ്പോൾ ക്രിസ്തുവിൽ നയിക്കപ്പെടുന്നൊരു വ്യക്തിയെ ദൈവം നടത്തുന്നത് ജയോത്സവമായി. അവിടെ സമ്പൂർണമായ വിജയമാണ്. ഒരു രാജാവ് ശത്രുവിൻ്റെ മേൽ സമ്പൂർണ്ണ വിജയം പ്രാപിക്കുന്നത് പോലെ ക്രിസ്തുവിൽ നയിക്കപ്പെടുന്ന വ്യക്തിക്ക് സമ്പൂർണമായ വിജയമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ നടത്തിപ്പിന് നമുക്ക് ഇന്ന് രാവിലെ വിധേയപ്പെടാം. ദൈവമേ, അങ്ങയുടെ ആത്മാവ് തെറ്റും ശരിയും ഏതാണെന്ന് തിരഞ്ഞെടുക്കാൻ കഴിയാത്ത നാൽക്കവലകളിൽ നാം ആയിരിക്കുമ്പോൾ ദൈവമേ എന്നെ നടത്തണമേ എന്ന് ദൈവത്തിൽ നാം ആശ്രയിക്കുകയും നമ്മുടെ ആശകളും നമ്മുടെ വഴികളും ദൈവത്തെ നാം ഭരമേൽപ്പിക്കുമ്പോൾ വഴി ഇതാകുന്നു,
ഇതിലെ പൊയ്ക്കൊള്ളി എന്നുള്ള ഇമ്പകരമായ ശബ്ദം നമ്മുടെ കാതുകളിൽ കേൾക്കും. സ്വപ്നത്തിലൂടെയോ വചനത്തിലൂടെയോ കർത്തൃദാസന്മാരിലൂടെയോ നേരിട്ടോ ദൈവം നമ്മോട് നിശ്ചയമായും ഇടപെടും. ദൈവം നമ്മോട് സംസാരിക്കും, ബോധ്യം തരും, ദൈവം നമുക്ക് ഉറപ്പ് തരും. സ്ട്രഗിൾ ചെയ്യുന്ന ഏതെങ്കിലും വിഷയത്തിൽ തീരുമാനമെടുക്കാൻ നിങ്ങൾ ഭാരപ്പെടുന്നെങ്കിൽ, തീരുമാനമെടുക്കാൻ കഴിയാതെ എന്തു വേണം എന്ന് ഭാരപ്പെടുമ്പോഴും ദൈവത്തോട് ആലോചന ചോദിച്ചാൽ ദൈവം നമ്മെ നടത്തും. ദൈവത്തിന് വലിയ സന്തോഷമാണ്, ദൈവത്തിന് വലിയ ഇഷ്ടമാണ് നാം ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവത്തിൻ്റെ വഴിയിലൂടെ നടക്കുക എന്നുള്ളത്. ദാവീദ് അങ്ങനെയുള്ളൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തെ പോലെ എല്ലാ കാര്യത്തിനും ദൈവത്തിന് നടത്തിപ്പിന് വിധേയപ്പെട്ട വ്യക്തികളെ വളരെ കുറവാണ് നമ്മൾ ബൈബിളിൽ കാണുന്നത്. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ നടത്തിപ്പിന് വിധേയപ്പെടാം. നേരിടാനുള്ള വിഷയങ്ങളെ ഓർത്ത് നിങ്ങൾ ആശങ്കപ്പെടേണ്ട. ഒഴിവാക്കേണ്ടതിന് ദൈവം ഒഴിവാക്കും, മാറ്റിത്തരേണ്ടതിന് ദൈവം മാറ്റും. നമ്മുടെ തല കുനിക്കാൻ ദൈവം ഒരിക്കലും സമ്മതിക്കത്തില്ല. ആ ദൈവത്തിൻ്റെ നടത്തിപ്പിന് വിധേയപ്പെടാം. അസ്ഥികളെ ദൈവം ബലപ്പെടുത്തും. നനവുള്ള തോട്ടം പോലെ എന്ന് പറഞ്ഞാൽ പച്ച പിടിച്ചും പുഷ്ടി പ്രാപിച്ച് നിങ്ങൾ വാടിപ്പോകാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല. ആ ദൈവത്തിൽ ആശ്രയിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.